അതുപോലെ എല്ലാ പ്രായക്കാരിലും ഇപ്പൊ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ഈ മുട്ടിന്റെ ഒരു സ്റ്റെബിലിറ്റി കുറയുക എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നതാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം മുട്ടിന് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഒന്നുകിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ല എങ്കിൽ വയർ ആൻഡ് ടയർ കൊണ്ടായിരിക്കാം. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ അയാൾക്ക് വേറെ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഹെൽത്തിയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്രയും വലിയ വയർ ആൻഡ് ടയറും ഒന്നും ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ, ഈ മുട്ടെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് അതിന് ഈ മേളിലുള്ള കുറച്ച് മസിൽസ് അതിനെ നന്നായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്, താഴെയുള്ള മസിൽസൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ഇതൊന്നും തമ്മിൽ ഒരയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാർട്ടിലേജും പിന്നെ ബോൺസും ഒക്കെ ഉണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ, അതായത് ഈ ഓട്ടോ ഇമ്യൂൺ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ വെയർ ആൻഡ് ടയർ വരാനുള്ള ഏജും ഒന്നും ഇല്ല എങ്കിൽ അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അസ്ഥികൾക്ക് ആരോഗ്യം കുറവുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതിനെ പിടിച്ചു കെട്ടിയേക്കുന്ന ടെൻഡൻസിന് ആരോഗ്യം അല്ലെങ്കിൽ ലിഗമെന്റ്സിന് ആരോഗ്യം കുറവുണ്ടായിരിക്കാം. അപ്പം നമ്മൾ അത് ബ്ലഡ് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അതിനെ ആദ്യം റെക്ടിഫൈ ചെയ്യണം. പിന്നെ രണ്ടാമത്തത്, നമുക്ക് ആവശ്യത്തിനുള്ള തൈ മസിൽസോ കാഫ് മസിൽസോ ഇല്ല എങ്കിലും ഈ പറയുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഒരു സ്റ്റെബിലിറ്റി കുറവുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകളും ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നമ്മൾ പറയും. പിന്നുള്ളത്, ആ ജോയിൻറ്റിന് എന്തെങ്കിലും ഓവർ യൂസേജോ അതല്ല എങ്കിൽ അത്ര നല്ലതല്ലാത്ത ഉള്ള രീതിക്കുള്ള യൂസേജൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഇതിലേതാണെന്ന് പേഷ്യൻ്റായിട്ട് സംസാരിക്കുമ്പോൾ ഏതാണ് ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. വേറെ അണ്ടർലൈൻ കോസ് ഒന്നും ഇല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാനുള്ള കാര്യം.